ഇപ്പം ഇന്നിവിടെ ഫ്രൈഡേ ആണ്. ഇന്ന് എനിക്ക് ഓഫാണ്. ഇന്ന് എനിക്കല്ല, എല്ലാവർക്കും ഓഫാണ്. ഇവിടെ മറ്റേ എന്തായിരുന്നു നാട്ടിൽ മുഹറം, ഇവിടെ ഇസ്ലാമിക് ന്യൂ ഇയർ, ഹിജറി ന്യൂ ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹോളിഡേ ആണ് ഇന്ന്. രാവിലെ ഞാൻ എണീറ്റിട്ട് ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്ത്, പിന്നെ ഇന്ന് ഞാൻ കുക്ക് ചെയ്തില്ല. കാരണം ഞാൻ ആലോചിച്ചത് ഒരു വീഡിയോ ചെയ്യാൻ. അതെന്താണെന്ന് ഇപ്പം പറയാം. യെസ്, ഹലോ. അപ്പോൾ ഞാൻ എന്ത് വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് നാളുകളായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, ഇത് റൂമാണോ, ഇത് ഫ്ലാറ്റാണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഞാനൊരു 1 ഇയർ മുന്നേ ബെഡ് സ്പേസിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഞാൻ ദുബായിൽ വന്നിട്ട് അറൗണ്ട് 3 ഇയേഴ്സ് ഞാൻ ബെഡ് സ്പേസിലായിരുന്നു. നമ്മളെല്ലാവരെയും പോലെ ആദ്യം വരുന്ന എല്ലാവരും ജോബ് സെർച്ച് ചെയ്ത് വരുന്നവരും, നമുക്കിവിടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫാമിലിയോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ചൂസ് ചെയ്യുന്ന അതേ ഓപ്ഷൻ തന്നെയായിരുന്നു ഞാനും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ബെഡ് സ്പേസിലായിരുന്നു നിന്നിട്ടുള്ളത്. ഒരു 3 ഇയേഴ്സോളം ഞാൻ ബെഡ് സ്പേസിലാണ് നിന്നിട്ടുള്ളത്. ബെഡ് സ്പേസിൻ്റെ നല്ലതും മോശവും എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ, എനിക്ക് റീസെൻ്റ്ലി കുറേ മെസ്സേജസ് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു. ബെഡ് സ്പേസ് ഹൊറിബിളാണ്, ബെഡ് സ്പേസിൽ പറ്റുന്നില്ല, ഞാനും ഇതേപോലെ ഒരു റൂം നോക്കുക, ഇതേപോലെ ഒരു ഫ്ലാറ്റ് നോക്കുക, എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഇപ്പോഴും മെസ്സേജസ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ എപ്പോഴും റൂമിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് റെഗുലർലി എവറി ഡേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ഇപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്ന്, കാരണം ഞാൻ ഇൻസ്റ്റയിലൊരു റൂമിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്ലാറ്റിലാണ്. ഇതൊരു 2 BHK ആണ്. ദുബായിലെ റെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് ധാരണ ഉണ്ടല്ലോ. അപ്പം അത്രയും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് 2 BHK ആണ്. ഒരു പോർഷൻ ഞാൻ റെൻ്റ് ഔട്ട് ചെയ്തേക്കും, ഒരു പോർഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു കോറിഡോർ, നല്ലൊരു ലെങ്തിലുള്ള കോറിഡോർ ഉണ്ട്. അപ്പം അവരുടെ കാര്യങ്ങളൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്തത്, നമ്മളുടെ കാര്യങ്ങളൊന്നും അവരെ എഫക്റ്റ് ചെയ്തില്ല. ശരിക്കും എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ള ഈ ഫ്ലാറ്റിൽ ഞാൻ മാത്രം താമസിക്കുന്ന നടക്കും. പിന്നെ അവരാണെങ്കിലും കിച്ചൺ യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ യൂസ് ചെയ്താൽ അവർ എല്ലാം ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഒന്ന് നീറ്റാക്കി വെക്കണം എന്നുള്ളത്. അപ്പോൾ അത് അവർ നീറ്റാക്കി ക്ലീൻ ചെയ്തെല്ലാം വെച്ചിട്ട് പോകും. അപ്പം അങ്ങനെയാണ് ഞാൻ താമസിക്കുന്നത്. ഇതെൻ്റെ സ്വന്തം ഫ്ലാറ്റാണ്. ഇതെവിടെയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇത് അൽക്കയിൽ ഗേറ്റിലാണ്. ഇവിടെ എങ്ങനെയാണ് ഫ്ലാറ്റ് എടുക്കുന്നതെന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ ഇത് ദുബായ് പ്രോപ്പർട്ടീസിൻ്റെ അണ്ടറിലുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടെ ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളാണെങ്കിലും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ ഗുഡ് ലക്ക് കിട്ടി. കാരണം ഇവർക്ക് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. സാലറി സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് അവർ നോക്കും എന്താണെന്നുള്ളത്, അതേപോലെ ജോബ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കും. സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. 6 months ആണെന്ന് തോന്നുന്നു. 6 months, ഐ തിങ്ക് 6 months or 3 months. 3 months അല്ല, 6 months ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം അത് 3 months ആയിരുന്നു, ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ എന്തോ കണ്ണും 1 year ആയില്ല എടുത്തിട്ട്. അപ്പം അങ്ങനെ കൊടുക്കണമായിരുന്നു. അതൊക്കെ കൊടുത്ത് അപ്രൂവൽ നമുക്കൊരു 2 daysനുള്ളിൽ തന്നെ എനിക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ബ്രദർ ആണെങ്കിലും അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും കിട്ടിയിട്ടില്ല. കാരണം ക്രൈറ്റീരിയ അവരിപ്പോൾ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ ഇനി എന്താണെന്നറിയില്ല, കുറേ അവർക്കൊക്കെ റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ദുബായ് റെസിഡൻഷ്യലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അൽക്കിൽ ഗേറ്റ് കമ്മ്യൂണിറ്റി ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവൈലബിലിറ്റി അല്ലെങ്കിൽ കോൾ ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ വിളിക്കും. പിന്നെ ഇവിടുത്തെ വേറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, ഞാൻ ഈ ഒരു പ്ലേസ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എനിക്ക് ഓഫീസ് ഇവിടെ അടുത്തായതുകൊണ്ട് എനിക്ക് ഒരു 15 മിനിറ്റാണ് രാവിലെ. ഈവനിങ് ബ്ലോക്ക് ഉണ്ട്. അപ്പം ഈവനിങ് ഒരു 1 hourനകത്ത് അല്ലെങ്കിൽ 45 minutes ഒക്കെ എടുക്കും ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് റൂമിലെത്താൻ വേണ്ടി. അങ്ങോട്ട് പോകാൻ ഒരു 15 minute ഒക്കെ എടുക്കത്തുള്ളൂ. ഞാൻ പിക്ക് ആൻഡ് ഡ്രോപ്പിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ കയറി പിക്ക് ആൻഡ് ഡ്രോപ്പിലേക്ക് നേരെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങും, തിരിച്ചും അതേപോലെയാണ്. അപ്പോൾ എനിക്ക് ഈ നിയർ ബൈ ഏരിയനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. മുന്നേ ഞാൻ കരാമയിൽ നിന്നതുകൊണ്ട് ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലോ സ്റ്റിൽ ഞാൻ പോകുന്നത് കരാമയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഏരിയയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയത്തില്ല. എബൌട്ട് ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് കിട്ടിയപ്പോൾ ഇതൊരു എംപ്റ്റി ഫ്ലാറ്റായിരുന്നു. ഞാനാണ് ഇതെല്ലാം സെറ്റാക്കി വെച്ചത്. ഞാൻ എന്തുകൊണ്ട് ആ ഒരു റൂം ഞാൻ റെൻ്റ് ഔട്ട് ചെയ്തതെന്നുള്ളതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. ഇവിടെ 2 BHK എന്ന് പറയുമ്പോൾ 60, 1 BHK 45 ആണ് വരുന്നത്. അപ്പം അത്രയും വലിയൊരു റെൻറ്റ് ഒറ്റയ്ക്ക് അഫോർഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് റൂം ഞാൻ റെൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അത്രയും എക്സ്പെൻസ് ആക്കണ്ടല്ലോ എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. എടുത്തപ്പം തന്നെ എനിക്ക് റൂം റെൻ്റ് ഔട്ട് ചെയ്യാനായിരുന്നു. കാരണം അത്രയും വലിയൊരു എമൗണ്ട് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫ്ലാറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ.
എന്തുകൊണ്ട് ഫ്ലാറ്റ് എടുത്ത് എങ്ങനെ ഈ ഡിസിഷനിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറില്ലേ, ഹൊറിബിൾ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതെ, ഒരു എക്സ്ട്രീം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ബെഡ് സ്പേസ് എന്ന് പറയുന്നത് കുറേ നല്ല കാര്യങ്ങളുണ്ട്, കുറേ മോശം കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡം, ഒന്ന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ടൈം നോക്കണം, പല അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം, നമുക്ക് പ്രോപ്പറായിട്ട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഫ്രിഡ്ജിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സ്പേസ് കാണത്തില്ല. അപ്പം കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ആദ്യത്തെ ഒരു കുറച്ച് നാൾ എല്ലാവരും ബെഡ് സ്പേസിലൊക്കെ തന്നെ നിൽക്കും. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഈ റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും ഇവിടെ മാറാറുള്ളത്. അപ്പം ഞാൻ ആലോചിച്ചത് ഫസ്റ്റ് റൂം എടുത്തിട്ട് എവിടെയെങ്കിലും റൂം ചെക്ക് ചെയ്യാം, അത്യാവശ്യം കൺവീനിയൻ്റ് ആയിട്ടൊരു റേറ്റിൽ റൂം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതാണല്ലോ നല്ലത്. അങ്ങനെ ഞാൻ റൂം സെർച്ചാണ് ആദ്യം ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഇത് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എൻ്റെ ഒരു ഓപ്ഷൻ പോയത് എന്തുകൊണ്ടൊരു ഫ്ലാറ്റ് എടുത്തുകൂടാ. ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് ഒറ്റയ്ക്ക് ആ ഒരു ഫ്ലാറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ അങ്ങ് റെൻറ്റോട് ചെയ്താൽ പോരെ. പിന്നെ ആ ഒരു പ്ലാനിലാണ് ഞാൻ ഇതൊക്കെ എടുത്തതും ഇതിലേക്കൊക്കെ എത്തിയത്, ഇപ്പം ഇങ്ങനെ പോകുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ദുബായിൽ ഒരു ബാച്ചിലേഴ്സിന്, ഞാൻ മാരീഡ് അല്ല, ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുവിധം മിക്ക കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ആരും അങ്ങനെ ബാച്ചിലേഴ്സിന് റൂം അലോ ചെയ്യുന്നില്ല. അപ്പം ഒരു റൂം കണ്ടുപിടിക്കുക എന്നുള്ളത്, എൻ്റെ ദൈവമേ, അത് അന്വേഷിച്ചിറങ്ങുന്നത്. ഇപ്പം ആരെങ്കിലും റൂം സെർച്ചിങ് ഫേസിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഒരു റൂം കണ്ടുപിടിക്കുക. ഞാനാണെങ്കിൽ രാത്രിയിലും രാവിലെയും ഉച്ചയ്ക്കും എനിക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടിയോ അപ്പോഴൊക്കെ എനിക്ക് ഇത് വേണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കയറിയ ടൈമിൽ അത്രയും ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കൂടുതലും ആദ്യ സമയത്ത് ഞാൻ നോക്കിയത് നമ്മുടെ കരാമയാണെങ്കിൽ അങ്ങോട്ടുള്ള ലൊക്കാലിറ്റിയൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ കിട്ടാൻ പാടാണ്. ഒന്ന് റെൻറ്റ് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, ഇങ്ങനെ ഒരാൾക്ക് നമ്മൾ റെൻറ്റോട് ചെയ്താൽ കൂടെ എങ്ങനെ അത് മാച്ചായി പോകും ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പം കുറേ ഒന്നും മാച്ച് ആവത്തില്ലായിരുന്നു. പിന്നെ റൂം എടുത്തിട്ട് ബെഡ് സ്പേസിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ബെഡ് സ്പേസ് ആക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് വേണ്ടത് വളരെ മിനിമൽ ആൾക്കാർ. ഇപ്പം ഇവിടെ വളരെ മിനിമൽ ആൾക്കാരേ ഉള്ളൂ, ഞാനും ആ 2 ആൾക്കാരേ ഉള്ളൂ. അപ്പം എനിക്ക് അത്രയും മിനിമൽ ആൾക്കാർ കൺജസ്റ്റഡോ അല്ലെങ്കിൽ ബഹളോ ഒന്നും വേണ്ടാത്ത, എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രൈവസി, എൻ്റേതായിട്ടുള്ള സ്പേസും എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. അപ്പം ഞാൻ ഒരു ഫ്ലാറ്റ് എടുത്ത് ബെഡ് സ്പേസിന് കൊടുക്കുന്നതിൽ കാര്യമില്ല. അപ്പം ഞാൻ ബെഡ് സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചിന്തിച്ചിട്ടേ ഇല്ല. എങ്ങനെ ഒരു റൂമൊക്കെ റെൻ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ആയിരുന്നു നോക്കിയത്. അപ്പോൾ അപ്പോഴാണ് നമുക്കിവിടെ ഞാൻ കുറേ എല്ലാ സ്ഥലത്തും എൻക്വയറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റ് ടീമിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു അവൈലബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ കൊടുത്തു, എല്ലാം സെറ്റ് ചെയ്തു, വെരി ക്വിക്ക്ലി എല്ലാം റെഡിയായി. പിന്നെ പൈസയുടെ കാര്യമായിരുന്നു. പൈസ ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല, എല്ലാം പെട്ടെന്ന് തന്നെ ഫാസ്റ്റായി. പിന്നെ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് കമ്മീഷൻ, ഞാൻ എടുക്കുന്ന സമയത്ത് കമ്മീഷൻ ഇല്ലായിരുന്നു. മിക്ക റിയൽ എസ്റ്റേറ്റിലും ഫസ്റ്റ് ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട്, നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, 5%, ടോട്ടൽ എമൗണ്ടിൻ്റെ 5%. ഇപ്പോൾ 60 ആണെങ്കിൽ 60ൻ്റെ 5% കമ്മീഷൻ പോവും. ദെൻ അതുകൂടാതെ 5% ഡെപ്പോസിറ്റും പോവും. ഞാൻ എടുക്കുന്ന സമയത്ത് ഇവിടെ കമ്മീഷൻ ഇല്ലായിരുന്നു, ഡെപ്പോസിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അത് നമ്മൾ എന്നാണ് ഫ്ലാറ്റ് വിടുന്നത് ആ സമയത്ത് നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടുമെന്നാണ്, അതിന് തിരിച്ച് കിട്ടുമോ കിട്ടത്തില്ലെന്നോ എനിക്കറിയില്ല, തിരിച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം 5% സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇജാരിയുടെ ചാർജസ് ഉണ്ടായിരുന്നു. പിന്നെ അഡ്മിൻ ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഇജാരി അഡ്മിൻ ഫീ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഓരോ ഇത് വെച്ചിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇവിടെ ഇതെല്ലാം കൂടെ ഒരു 500, 600, 500 or 600 ദിർഹംസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഫ്ലാറ്റ് എടുക്കുന്ന സമയത്ത് 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ ചെക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം. അപ്പം ഇവിടെ ആ ഒരു 3 മാസത്തെ ചെക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു. ദെൻ പിന്നെ നമ്മൾ PDC ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. 1 വർഷത്തേക്കുള്ള ഫുൾ PDC അവർ പറയുന്ന ഡേറ്റിൽ നമ്മൾ PDC സൈൻ ചെയ്ത് കൊടുക്കണം. PDC മീൻസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ആ ഡേറ്റിൽ അത് ക്ലിയർ ആയി പൊക്കോളും. ആ സമയത്ത് നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഫ്ലാറ്റ് നോക്കിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, ആ സമയത്ത് ഭ്രാന്തെടുത്ത് ആയിരുന്നു ഓരോന്ന് സെർച്ച് ചെയ്തത്. പക്ഷേ എന്തോ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നു, കിട്ടി. നല്ലൊരു സ്പേസിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു സ്പേസ് കിട്ടി. ഇപ്പം ഞാൻ മാത്രമാണ് ഈ ഫ്ലാറ്റിൽ ഉള്ളത്. പിന്നെ ഞാൻ രണ്ടോട് ചെയ്തിരിക്കുന്ന അവരും ഉണ്ട്. അപ്പം എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എനിക്ക് ബേസിക്കലി വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനമായിരുന്നു വേണ്ടത്. കാരണം നമ്മൾ ഓഫീസിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴത്തേക്ക്
ഒരു സമാധാനമുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് വരണം. കാരണം ബെഡ് സ്പേസിൽ നിന്ന സമയത്ത് എനിക്ക് ബെഡ് സ്പേസിൻ്റെ കുറേ പോസിറ്റീവ്സും കുറേ നല്ല കാര്യങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇപ്പം ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച സമയത്ത് ബെഡ് സ്പേസിലൊക്കെ എങ്ങനെ നിൽക്കുന്നു അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബെഡ് സ്പേസ് സൂപ്പറായിരുന്നു, കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഇല്ല അവിടെ. കാരണം നമുക്കൊന്ന് ഇരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ബെഡിൽ പോയി കിടക്കുക. കാരണം ഇനി ഇരിക്കാനൊരു സ്പേസ് അവിടെ ഇങ്ങനെ അങ്ങനത്തെ ബെഡ് സ്പേസ് ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ നിന്ന ബെഡ് സ്പേസിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ കുറേ ബുദ്ധിമുട്ടുകൾ, ബെഡ് സ്പേസിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല, ബെഡ് സ്പേസിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് നമുക്കൊക്കെ ഒരു എക്സ്ട്രീം കഴിയുമ്പോഴത്തേക്കും നമ്മളെ എഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മറ്റുള്ളവർ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കൺവീനിയൻറ്റ് നോക്കണം. നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കിച്ചണിലാണെങ്കിലും വാഷ്റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും. പിന്നെ രാത്രിയിലാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും അപ്പുറത്തെ ആൾ ഫോണിൽ സംസാരിക്കും, അപ്പോൾ അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ആ ടൈമിൽ എനിക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് വേണമെന്ന് ഞാൻ കുറേ ആയിട്ട് നോക്കിയിട്ടാണ് ഫൈനലി ഇവിടെ എത്തിയത്. ഞാൻ ആഗ്രഹിച്ച എന്താണോ ആ ഒരു സ്പേസിലാണ് ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് കിട്ടിയപ്പോൾ എനിക്കിപ്പോഴും അറിയാം ഒന്നുമില്ല, ഒരു പ്ലെയിൻ ഏരിയ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കി. ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് എത്ര പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലെത്തിയാലും ഞാൻ സമാധാനം, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമാധാനം. കാരണം മുന്നേ ആണെങ്കിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ഓഫീസിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴത്തേക്ക് അവിടെ കല്ലപ്പില്ല ബഹളം, അവരങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ബെഡ് സ്പേസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. കുറേ ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്, കുറേ ആൾക്കാരൊന്നും ഇല്ല. അത് നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പിക്ക് ചെയ്ത് മുന്നോട്ട് പോകും. നമുക്ക് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ പകുതി വഴിയിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ബെഡ് സ്പേസ് വെച്ച് കിട്ടിയ കുറേ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എനിക്ക് അറിയാത്ത പോലും ഇല്ല അവരൊക്കെ എവിടെയാണെന്ന്. പക്ഷെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്റ്റിൽ കോൺടാക്റ്റിലുണ്ട്. ഈവൻ നമ്മൾ ബെഡ് സ്പേസ് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പോഴും അവർ ജസ്റ്റ് മെസ്സേജ് ചെയ്തിട്ട് ആയി അന്നിങ്ങനെ അതങ്ങനെയൊക്കെ പറ്റിയതാ, അത് ശരിയാണ്, നമ്മൾ ആ ഒരു മൂഡിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഇപ്പം ഞാനതൊക്കെ ചിന്തിക്കും. ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബെഡ് സ്പേസ് വെച്ചിട്ട് എൻ്റെ കൂടെ എന്തോ ക്ലാഷ് ആയതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു, അന്നിങ്ങനെ എന്തോ അങ്ങനെ പറ്റിപ്പോയതാണെന്നോ എന്തൊക്കെയോ പറഞ്ഞില്ല. അപ്പോൾ ഞാനും പറഞ്ഞു സോറി, ഞാനും ഒന്നും അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബെഡ് സ്പേസിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളും മടികളും. പിന്നെ എനിക്കവിടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബെഡ് സ്പേസിൻ്റെ മെമ്മറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഇങ്ങനത്തെ ഡ്രോബാക്സ്, അത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഡ്രോബാക്സ് ആണ് ബെഡ് സ്പേസിൻ്റെ. അതിപ്പോൾ ഒരു കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, അതങ്ങനെ. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ടൈം ഭയങ്കര സൂപ്പറായിട്ടാണ്. ഞാൻ കുക്കിംഗ് പഠിച്ചത്, കുക്കിംഗ് എക്സ്പ്ലോർ ചെയ്തത്, കുക്കിംഗ് പ്രോ ആയതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയത് ബെഡ് സ്പേസിൽ നിന്ന്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് സ്ഥിരം കുക്ക് ചെയ്ത് കൊടുക്കും, പുള്ളിക്കാരി കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറയും. അപ്പം ഞാൻ വീണ്ടും മോട്ടിവേറ്റഡ് ആയിട്ട് വീണ്ടും ഓരോന്നും ഉണ്ടാക്കുക. അപ്പം പലതും ലൈഫിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യരുത് എന്നുള്ളതാണെങ്കിലും, നമ്മൾ ഇപ്പോൾ ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യത്തില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹെൽപ്പൊന്നും അവരതിലൊന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കത്തില്ല എന്നുള്ളതും. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളുടെ കൂടെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നിൽക്കും എന്നുള്ളതും. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും എല്ലാം ഞാൻ പഠിച്ചത് ബെഡ് സ്പേസിൽ നിന്നാണ്. ഇവിടെ വന്നിട്ട് നമ്മളൊരു എക്സ്ട്രീമിൽ കൂടുതൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, ആരെയും ട്രസ്റ്റ് ചെയ്യരുത്, സ്വന്തം കാര്യം നോക്കുക, സ്വന്തം കാര്യങ്ങൾ നോക്കി പോവുക എന്നുള്ളത് ഞാൻ പഠിച്ചതൊക്കെ ബെഡ് സ്പേസിൽ നിന്നാണ്. അപ്പോൾ ബെഡ് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു മെമ്മറിയാണ്. എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആ സ്റ്റോറീസ് പറയാനാണെങ്കിലും അത് ഓർക്കാനാണെങ്കിലും അല്ല. പിന്നെ ഞാൻ റൂമിലേക്ക് വന്നത് ബെഡ് സ്പേസും അടുത്തത് കൊണ്ട് ആണെന്ന് പറയാം. അത് എനിക്ക് എൻ്റെ സ്പേസ് വേണമെന്നുള്ളത് കൊണ്ടാണ്, അത് വേറൊരു റീസണും അല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് വേണം. എനിക്കൊന്ന് ടി വി വെക്കണമെന്ന് തോന്നിയാൽ ടി വി കാണണം, അല്ലെങ്കിൽ ഒരു മൂവി വലിയ സ്ക്രീനിൽ കാണാൻ തോന്നിയ സ്ക്രീനിൽ കാണണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇരിക്കണം തോന്നി ഇരിക്കണം, എനിക്ക് എൻ്റേതായിട്ടുള്ള ടൈമിൽ കുക്ക് ചെയ്യണം അങ്ങനെ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുറേ ഇഷ്ടങ്ങളുണ്ട്, എനിക്കൊരു ചെടി വാങ്ങി വെക്കണമെന്ന് തോന്നിയാൽ വെക്കണം. അതൊന്നും നമുക്ക് ബെഡ് സ്പേസ് ഒരിക്കലും പോസിബിൾ അല്ലല്ലോ. അതൊന്നും കുറ്റമായിട്ടല്ല, നമ്മളൊരു ടൈം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പല ഇഷ്ടങ്ങളും മാറും. അപ്പോൾ അതേപോലെ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് വേണമെന്ന് തോന്നിയ സമയത്താണ് ഞാൻ ഫ്ലാറ്റിലേക്ക് ചേഞ്ച് ആയത്. അപ്പോൾ ഫ്ലാറ്റിലേക്ക് ചേഞ്ച് ആയിട്ട് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. ഇപ്പം 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിന്യൂവലാണ്. പക്ഷേ നമുക്ക് 3 മന്ത്സ് മുന്നേ എപ്പോൾ വേണമെങ്കിലും റിന്യൂ ചെയ്യാം. അപ്പം ഞാനിത് ഓൾറെഡി റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ദുബായ് റെസിഡൻഷ്യലിൻ്റെ ആപ്പിൽ കൂടെ തന്നെ നമുക്ക് ഓൺലൈൻ ത്രൂ തന്നെ റിന്യൂ ചെയ്യാം. ചെക്ക് അവർ കൊറിയർ എടുത്തിട്ട് പോവും. അങ്ങനെ ചെക്ക് എല്ലാം എടുത്തിട്ട് പോയി. കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞാൽ റിന്യൂ ചെയ്തിട്ട് 2 മാസം കഴിയും അത് എക്സ്പയർ ആവും. പക്ഷെ നമുക്ക് 3 മാസത്തിന് മുന്നേ എപ്പോൾ വേണമെങ്കിലും റിന്യൂ ചെയ്യാം. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇനിഷ്യൽ കോസ്റ്റ് എത്രയായെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു 20-25 എനിക്ക് കറക്റ്റ് അറിയില്ല. കറക്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. ഇപ്പം ഞാൻ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് പറയാം. 20-25 ഫസ്റ്റ് എനിക്കൊരു ഇനിഷ്യൽ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫർണിച്ചേഴ്സ് മേടിച്ചതാണെങ്കിലും പിന്നെ നമ്മൾക്ക് ഈ 3 മന്ത്സിലെ 2 മന്ത്സിലാണോ 3 മന്ത്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്ര ഒരു റെൻറ്റ് കൊടുക്കണമായിരുന്നു അഡ്വാൻസ് ആയിട്ട്. പിന്നെ പിന്നെ വേറെ എംപവർ, ദേവ, അങ്ങനത്തെ എല്ലാത്തിൻ്റെയും ഡെപ്പോസിറ്റ് ഉണ്ട്, വൈഫൈ. അപ്പം അങ്ങനത്തെ എല്ലാ എക്സ്പെൻസും ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും, ഗ്യാസ്, ഫ്രിഡ്ജ്, ഓവൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളോടും 25 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. 25 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അറൗണ്ട് അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു 2 മാസത്തെ റെൻറ്റ്, നിങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസത്തെ അതിൻ്റെ റെൻറ്റ് എത്രയാണോ അത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഫർണിച്ചർ, അത് നിങ്ങളുടെ ഡിപ്പെൻസ്, അതിൻ്റെ ചാർജസ് റേറ്റ് ഒക്കെ ചേഞ്ച് ആവും. ഞാനിപ്പോൾ ഫർണിച്ചർ എല്ലാം പുതിയതാണ്, ബ്രാൻഡ് ന്യൂ ഫർണിച്ചേഴ്സ് ഇവിടെ എല്ലാം മേടിച്ചത്. പക്ഷേ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചേഴ്സ് മേടിക്കുന്നത്. അപ്പം അന്ന് എനിക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഞാനെല്ലാം ബ്രാൻഡ് ന്യൂ ഐറ്റംസ് ആയിരുന്നു മേടിച്ചത്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു കോസ്റ്റ് കൂടി. ഇപ്പോൾ ഫ്രിഡ്ജ് ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഓവൻ ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അതും എല്ലാം ബ്രാൻഡ് ന്യൂ ആണ് മേടിച്ചത്. അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കോസ്റ്റ് നമുക്ക് കുറച്ച് കൂടുതലായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളു. അപ്പം ഇനി നിങ്ങൾക്ക് എൻ്റെ റൂമിനെ പറ്റിയിട്ടോ എൻ്റെ ഫ്ലാറ്റിനെ പറ്റിയിട്ടോ എന്നെ പറ്റിയിട്ടോ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളു. അപ്പം ഞാൻ 3 ഇയേഴ്സോളം ഞാൻ ബെഡ് സ്പേസിലായിരുന്നു നിന്നത്. ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ടാണ് ഞാൻ സ്വന്തമായിട്ടൊരു സ്പേസിലേക്ക് എത്തിയത്, സ്വന്തമായിട്ടൊരു ഫ്ലാറ്റിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നത്. അന്ന് വെച്ചിട്ട് എനിക്ക് ബെഡ് സ്പേസ് ഇഷ്ടമില്ലായിരുന്നൊന്നുമല്ല, എനിക്ക് ബെഡ് സ്പേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടയ്ക്ക് ഞാൻ മിസ് ചെയ്യും. കാരണം നമ്മൾ ആ ഫ്രണ്ട്സും, എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പാണ് കൂടുതലും പറയാനുള്ളത്, അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ നൈറ്റൊക്കെ ആകുമ്പോൾ, വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ പുറത്ത് പോവാം, ചായ കുടിക്കാൻ പോവാം, ഈ നടക്കാൻ പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ. പക്ഷെ ഇപ്പം എല്ലാവരും ഓരോരോ വഴിയിൽ എല്ലാവരും പോയി. ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞു, ചില ആൾക്കാർ മാറി, അങ്ങനെ ഇങ്ങനെയൊക്കെ പലതും സെറ്റിലായി. പല ആൾക്കാരും അവരവരുടെ ലൈഫിൽ സെറ്റിലായി. അപ്പോൾ സ്റ്റിൽ നമുക്ക് വേണ്ട ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ ഇപ്പോഴും കണക്ഷൻ ഉണ്ട്, വേണ്ടാത്ത ആൾക്കാരുമായിട്ടൊന്നും കണക്ഷൻ ഇല്ല. കുറേ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ട്, കുറേ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ബെഡ് സ്പേസിൽ നിന്നു ഒരു സ്വന്തമായിട്ടുള്ള ഫ്ലാറ്റിലേക്കുള്ള സ്റ്റോറി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ ക്ലിയർ ചെയ്യാം. പറയാൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ എൻ്റെ റൂം ടൂർ കാണിക്കും, ഫ്ലാറ്റ് ടൂർ കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വെരി സൂൺ അതിൻ്റെ വീഡിയോ ഇടാം.